ഹായ് കൂട്ടുകാരെ, PSC പരീക്ഷകളിൽ ഉറപ്പായും ചോദിക്കുന്ന ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ 100 ആവർത്തന ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ വടക്കുനിന്നും തെക്കോട്ടുള്ള ആകെ നീളം എത്രയാണ്? 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ വടക്കുനിന്നും തെക്കോട്ടുള്ള ആകെ നീളം 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ കിഴക്കുനിന്നും പടിഞ്ഞാറോട്ടുള്ള ആകെ വീതി എത്രയാണ്? 2933 കിലോമീറ്റർ. ഇന്ത്യയുടെ കിഴക്കുനിന്നും പടിഞ്ഞാറോട്ടുള്ള ആകെ വീതി എത്രയാണ്? 2933 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും വടക്കൻ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വടക്കൻ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ഗ്രാമം ഏതാണ്? കിബുധു, അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ഗ്രാമം കിബുധു. ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറ് അറ്റത്തുള്ള ഗ്രാമം ഏതാണ്? ഗുഹാർമോത്തി. ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറ് അറ്റത്തുള്ള ഗ്രാമം ഏതാണ്? ഗുഹാർമോത്തി. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ ഏതാണ്? ഡ്യൂറൻഡ് രേഖ. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ ഡ്യൂറൻഡ് രേഖ. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഉത്തരം ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ, ലഡാക്ക്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ, ലഡാക്ക്. മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഉത്തരം അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്ന പ്രധാന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. പശ്ചിമഘട്ടത്തിൻ്റെ മറ്റൊരു പേര് എന്താണ്? സഹ്യാദ്രി. പശ്ചിമഘട്ടത്തിൻ്റെ മറ്റൊരു പേര് എന്താണ്? സഹ്യാദ്രി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡക്കാൻ പീഠഭൂമി. ചെറുനാഗ്പൂർ പീഠഭൂമിയുടെ പ്രധാന ഭാഗം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ചെറുനാഗ്പൂർ പീഠഭൂമിയുടെ പ്രധാന ഭാഗം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയുടെ മിനറൽ ഹൗസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ചെറുനാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയുടെ മിനറൽ ഹൗസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ചെറുനാഗ്പൂർ പീഠഭൂമി. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ചൂടുകാറ്റ് ഏതു പേരിൽ അറിയപ്പെടുന്നു? ലൂ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ചൂടുകാറ്റ് ലൂ എന്ന പേരിൽ അറിയപ്പെടുന്നു. മാമ്പഴം പാകമാകാൻ സഹായിക്കുന്ന മാംഗോ ഷവേഴ്സ് ഏത് സംസ്ഥാനത്താണ് അനുഭവപ്പെടുന്നത്? കേരളം, കർണാടക. മാമ്പഴം പാകമാകാൻ സഹായിക്കുന്ന മാംഗോ ഷവേഴ്സ് ഏത് സംസ്ഥാനത്താണ് അനുഭവപ്പെടുന്നത്? കേരളം, കർണാടക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. പുതിയ എക്കൽ മണ്ണ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗാദർ. പുതിയ എക്കൽ മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗാദർ. പഴക്കമുള്ള എക്കൽ മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ബങ്കർ. പഴക്കമുള്ള എക്കൽ മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ബങ്കർ. മധ്യപ്രദേശിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? നർമ്മദ. മധ്യപ്രദേശിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? നർമ്മദ. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. തപ്തി നദി പതിക്കുന്നത് ഏത് കടലിലാണ്? അറബിക്കടൽ. തപ്തി നദി പതിക്കുന്നത് അറബിക്കടൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഏതാണ്? ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഏതാണ്? ഇന്ദിരാഗാന്ധി കനാൽ. സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. വേമ്പനാട്ട് കായൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കേരളം. വേമ്പനാട്ട് കായൽ ഏത് സംസ്ഥാനത്താണ്? കേരളം. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടായ സുന്ദർബൻ ഏത് നദികളുടെ ഡെൽറ്റയിലാണ്? ഉത്തരം ഗംഗ, ബ്രഹ്മപുത്ര നദികൾ. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടായ സുന്ദർബൻ ഏത് നദികളുടെ ഡെൽറ്റയിലാണ്? ഉത്തരം ഗംഗ, ബ്രഹ്മപുത്ര നദികൾ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ നദി. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കോസി നദി. ബീഹാറിൻ്റെ ദുഃഖം കോസി. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് എന്താണ്? സാങ്പോ. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് എന്താണ്? സാങ്പോ. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? സുന്ദർബൻസ് ഡെൽറ്റ. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? സുന്ദർബൻസ് ഡെൽറ്റ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകം ഏതാണ്? ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകം ഏതാണ്? ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണ്? മേഘാലയ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം മേഘാലയ. ഇന്ത്യയിൽ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? താർ മരുഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? താർ മരുഭൂമി.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? ഹെമിസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? ഹെമിസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീരദേശ ദൈർഘ്യമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീരദേശ ദൈർഘ്യമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ തീരദേശ ദൈർഘ്യമുള്ള സംസ്ഥാനം ഏതാണ്? ഗോവ. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ തീരദേശ ദൈർഘ്യമുള്ള സംസ്ഥാനം ഗോവ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. സൂര്യോദയത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. സൂര്യോദയത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. അസമിലെ പ്രധാന നദീദ്വീപ് ഏതാണ്? മാജുലി. അസമിലെ പ്രധാന നദീദ്വീപ് മാജുലി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഹിരാക്കുഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? തെഹ്രി അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹ്രി അണക്കെട്ട്. ഇന്ത്യയുടെ വിസ്തൃതി ലോക വിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 2.42%. ഇന്ത്യയുടെ വിസ്തൃതി ലോക വിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 2.42%. കടൽ തീരമുള്ള എത്ര സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്? 9 സംസ്ഥാനങ്ങൾ. കടൽ തീരമുള്ള എത്ര സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്? 9 സംസ്ഥാനങ്ങൾ. ഇന്ത്യയെ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി രണ്ടായി വിഭജിക്കുന്ന അക്ഷാംശരേഖ ഏതാണ്? ഉത്തരായന രേഖ. ഇന്ത്യയെ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി രണ്ടായി വിഭജിക്കുന്ന അക്ഷാംശരേഖ ഏതാണ്? ഉത്തരായന രേഖ. ഉത്തരായന രേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 8 സംസ്ഥാനങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന മേഖല ഏതാണ്? ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന മേഖല ഏതാണ്? ഡക്കാൻ പീഠഭൂമി. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതട പദ്ധതി ഏതാണ്? ക്രോനങ്കൽ പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതട പദ്ധതി ക്രോനങ്കൽ പദ്ധതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ഇന്ന് നമ്മൾ നോക്കിയ 50 ചോദ്യങ്ങളും എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിൻ്റെ ബാക്കി 51 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്